ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റുഡൻസ്, ഇവിടെ ഖോഖോ സ്പോർട്സിൻ്റെ ഒരു പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. 5 ലാഭങ്ങളാണ്. നിങ്ങൾ ഒരു കുട്ടി സ്പോർട്സ് കഴിക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് 5 ലാഭമുണ്ടാവും. ഏതൊക്കെയാണ്? 1, ഇത് കേൾക്കണം. 1, സ്പർശം. ഇപ്പോൾ പറയുന്നത് സ്പർശം ഒരു കമ്മ്യൂണിക്കേഷനാണ്, ഒരു ഭാഷയാണ്. ഒരു ശരീരത്തിൻ്റെ ഒരു കുട്ടി മറ്റേ കുട്ടിയെ ടച്ച് ചെയ്യുക, അമ്മ അച്ഛനെ, അമ്മ കുട്ടിയെ കെട്ടിപ്പിടിക്കുക, ആ സ്പർശം എല്ലാ കുട്ടികൾക്ക് തീരെ അത്യാവശ്യമാണ്. ടച്ച് ഈസ് എ ലാംഗ്വേജ്. 2, തോൽവി സ്പോർട്സ് വഴി മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ. ഈ അമ്മ അച്ഛന്മാർ, പാരൻസ്, ടീച്ചേഴ്സ് കുട്ടികളോട് ജയിക്കാൻ വേണ്ടി മാത്രമേ പറയുള്ളൂ. 1ാമത്തെ സ്ഥാനത്തിന് വരണം, 99% മാർക്സ് കൊണ്ടുവരണം, A+ ഗ്രേഡ് കൊണ്ടുവരണം, ഇത് വേണം, അത് വേണം. പക്ഷെ ഇത് ഒന്നും കിട്ടിയില്ലെങ്കിൽ കുട്ടി എങ്ങനെ പെരുമാറ്റണം അത് അവർ ആരും പഠിപ്പിക്കില്ല. അപ്പോൾ കുട്ടിയെ A+ ഗ്രേഡ് വന്നില്ല എന്ന് ഇരിക്കട്ടെ, ഈ കുട്ടിക്ക് ഒന്നും അറിയാൻ പറ്റില്ല, ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന്. അവിടെയാണ് കുട്ടികൾ ലഹരി വസ്തുക്കൾ കഴിക്കാൻ പോകുന്നത്, ആത്മഹത്യ വരെ ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം തോൽവിയെ എങ്ങനെ ഫേസ് ചെയ്യണം ഈ ലോകത്തിൽ നമ്മളോട് ഇപ്പോൾ ആരും പഠിപ്പിക്കാനില്ല. ടീച്ചർമാർ ഇത് ശ്രദ്ധിക്കണം. പക്ഷേ സ്പോർട്സിലെ അപ്പോൾ തന്നെ ഒരാൾ ജയിക്കുന്നു, ഒരാൾ പരാജയപ്പെടുത്തുന്നു. അപ്പോൾ പരാജയം കിട്ടിയ ആൾ അത് വിചാരിക്കും, ഞാൻ എന്തുകൊണ്ട് പരാജയം കിട്ടി, അടുത്ത പ്രാവശ്യം ഞാൻ ഇതിനേക്കാൾ നന്നായിട്ട് തയ്യാറെടുപ്പ് എടുക്കാം. സ്പോർട്സ് ടീച്ചേഴ്സ് യു ഫെയിലിയർ. ആരും പഠിപ്പിക്കുന്നില്ല. 3, സോഷ്യലൈസിങ്. ഇപ്പോൾ നമ്മൾ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റുന്നു, സ്കൂളിൽ പോകുന്നു, ക്ലാസ്സിൽ 5-6 മണിക്കൂർ ഇരിക്കുന്നു, ടീച്ചർ പറഞ്ഞ കേൾക്കുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. സോഷ്യലൈസിങ് ഇല്ല, തമ്മിൽ സംസാരമില്ല. ഈ സമയത്തിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മറ്റേ കുട്ടികളോട് നമ്മുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മറ്റേ കുട്ടിയുമായി നമുക്ക് പങ്കുവയ്ക്കാനുള്ള അവസരം കിട്ടുക. നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ പറഞ്ഞാൽ നമുക്ക് സ്ട്രെസ്, പിരിമുറുക്കം, ടെൻഷൻ ഇല്ലാതെയാവുന്നു. അത് സ്പോർട്സ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു വഴി. 4, താങ്കൾക്ക് ഡോപ്പാമൈൻ പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. ഡോപ്പാമൈൻ അതായത് താങ്കളെ സന്തോഷം, ഹാപ്പിനെസ്, ചിരി നിങ്ങൾ തോന്നണമെങ്കിൽ താങ്കളുടെ ശരീരത്തിന് ഒരു ഹോർമോൺ വരണം. അത് ഡോപ്പാമൈനാണ്. ഡോപ്പാമൈന് ശരീരത്തിന് വരാതെ വേണ്ടി 2-3 മാർഗങ്ങളുണ്ട്. 1 സ്പോർട്സാണ്. 1 1 മണിക്കൂർ 2 മണിക്കൂർ കടിച്ചു, താങ്കൾക്ക് സന്തോഷമുണ്ടാവും, ശരീരത്തിന് ആവശ്യത്തിന് ഡോപ്പാമൈൻ വന്നോളൂ. സ്പോർട്സിൽ പോകാത്ത കുട്ടികളാണ് ഒരു പക്ഷെ ഏതായാലും ഡോപ്പാമൈൻ കിട്ടിയേ തീരൂ. അപ്പോൾ അവർ സ്പോർട്സിൽ പോകുന്നില്ല, അവർക്ക് ഡോപ്പാമൈൻ വേണം, അവരെന്ത് ചെയ്യും? ചില കുട്ടികൾ ഡോപ്പാമൈൻ കിട്ടാൻ വേണ്ടി മയക്കുമരുന്ന് വസ്തുക്കൾ കഴിക്കുന്നു. അത് കഴിച്ച ശേഷം അവർക്ക് ഡോപ്പാമൈനും കിട്ടുന്നുണ്ട്. ആ വഴി വേണ്ട. നമ്മൾ ഈ ചെറിയ വഴി, അതായത് സ്പോർട്സ് വഴി നമുക്ക് ആവശ്യത്തിന് ഡോപ്പാമൈൻ എടുക്കാൻ നിങ്ങൾ ദിവസേന ശ്രമിച്ചിരിക്കണം. ടീച്ചേഴ്സ് ഉണ്ടോ ഇവിടെ? ടീച്ചേഴ്സ് കൈ പൊക്കണം. 1 2 3.
4, 5, 6 എല്ലാ ടീച്ചേഴ്സാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, സ്പോർട്സ് സ്കൂളിൽ നിർബന്ധമായിട്ട് 1 മണിക്കൂർ കുട്ടികളെ കളിപ്പിച്ചാലേ മതിയാവും. ഇത് തമാശ അല്ല. ഇപ്പോ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയിലെ സ്പോർട്സ് പഠനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. താങ്കൾക്ക് ഏർപ്പാട് ചെയ്തേ പറ്റൂ. കേരളത്തിൽ ധാരാളം സ്കൂളുകളിൽ സ്പോർട്സ് ഇപ്പോൾ കമ്പൽസറിയാണ്. 1 മണിക്കൂർ കളിച്ചിട്ടേ പോകാവൂ. സ്കൂളിലെ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇതുപോലെ ഗ്രൗണ്ട് മതി, അവർ വിടുക. കളിച്ചിട്ടേ വീട്ടിലേക്ക് പോകാവൂ. ഇതൊക്കെയാണ് സ്പോർട്സ്. പിന്നെ 5ാമത്തെ, സ്പോർട്സ് വഴി താങ്കൾക്ക് കരിയർ ആക്കാം. നിങ്ങൾക്ക് ഖോ വരെ കഴിച്ചിട്ട് ലക്ഷങ്ങൾ രൂപ സമ്പാദിക്കാനുള്ള അവസരം വന്നിരിക്കുന്നു. IPL പോലെ ഒരു ഖോ ലീഗ് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഖോ ലീഗിൽ കളിക്കുന്ന കുട്ടികൾക്ക് 5 ലക്ഷം 10 ലക്ഷം ഓരോ വർഷത്തിൽ പൈസ കിട്ടിയിട്ടുണ്ട്.